അതിനു മുൻപ് മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ ഓണക്കാലത്ത് തൃശ്ശൂരുകാരുടെ വലിയ ആവേശമാണ് പുലികളി അല്ലേ. പുലികളി മഹോത്സവത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ ദേശങ്ങളും. തൃശ്ശൂരിലെ പുലികളിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റം അത്യാവേശത്തോടു കൂടിയാണ് തൃശ്ശൂരുകാർ കൊണ്ടാടുന്നത്. മേയർ എം കെ വർഗീസ് ആണ് കൊടി ഉയർത്തി ആവേശത്തിന് തിരികൊളുത്തിയത്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂരം കഴിഞ്ഞു, പൂക്കളമൊരുങ്ങി, ഇനി പുലിക്കളിയുടെ നാളുകളാണ്. ഓണം എത്തിയതോടുകൂടി പുലിക്കളിയുടെ ആവേശത്തിലേക്ക് തൃശ്ശൂർ കടന്നിരിക്കുന്നു. ഔദ്യോഗികമായി പുലിക്കളി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മേയർ എം കെ വർഗീസ് പതാക ഉയർത്തിയിട്ടുണ്ട്. ഇനി പുലിക്കളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മേയർ ഏതായാലും നമ്മളോടൊപ്പം ചേരുകയാണ്. മേയറെ, പുലിക്കളിയുടെ ആവേശമാണ്. പൂരം കഴിഞ്ഞു, പൂക്കളമൊരുങ്ങി, ഇനി പുലിക്കളിയാണ്. ഇപ്പം മനസ്സിനകത്ത് ഒന്നേ ഉള്ളൂ, പുലിക്കളി. ഓണത്തിന് തൃശ്ശൂർക്കാരും ലോകം മലയാളികളും കാത്തിരിക്കുന്ന ഒറ്റ സംഭവം പുലിക്കളി. ഇത്രയധികം പുലികൾ ഇറങ്ങുന്ന ഒരു നാടില്ല, ഒരു രാജ്യമില്ല. അത് തൃശ്ശൂർ വരണം. തൃശ്ശൂരുടെ സ്വകാര്യം, നമ്മുടെ സ്വന്തം, അത് ആഘോഷിക്കാൻ തന്നെ നമ്മൾ തീരുമാനിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയില്ല. മേയർ എന്നുള്ള നിലയിൽ 5ാമത്തെ പുലിക്കളിക്കാണ് നേതൃത്വം നൽകുന്നത്. 5ാമത്തെ പുലിക്കളി ഒരുപക്ഷെ അതിഗംഭീരമാകാൻ സാധ്യതയുണ്ട്. ആക്കണമല്ലോ, കാരണം ഞാൻ വരുമ്പോൾ 5 ടീം, ഇന്ന് 9 ടീമിലെത്തിച്ചു. ഇത് അന്യം നിന്ന് പോകരുത്. പുതിയ തലമുറ പഠിക്കണം, പുതിയ തലമുറ വരണം. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകണം. വനിതകൾ വരണം, കൊച്ചു മക്കൾ വരണം, നിലനിർത്തണം. വലിയ മാറ്റം ഈ കുറി സെപ്റ്റംബർ 8-ാം തീയതി നമുക്ക് കാണാം. എന്താണെങ്കിലും പുലിക്കളി ഉഷാറാകും. മേയറുടെ വാക്കുകളാണ്, പുലിക്കളി ഉഷാറാകും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നു. ഭിന്നശേഷി കലാകാരന്മാരായിട്ടുള്ള പൂമ്പാറ്റ ടീമിന്റെ ഈ താളമേളത്തോടു കൂടിയാണ് പുലിക്കളിക്ക് തുടക്കമായിരിക്കുന്നത്. ഏതായാലും ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. എല്ലാ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പുലിക്കളി സംഘങ്ങൾ. ആ പുലിക്കളിയുടെ വരവിനായി, പുലികളുടെ വരവിനായി കാത്തിരിക്കാം. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം. ഓക്കെ.